സംസ്ഥാനത്ത് ജീവനും സ്വത്തിനും ഭീഷണിയാകുന്ന വന്യജീവികളെ കൊല്ലുന്നതിന് കേന്ദ്ര സർക്കാരിന്റെ അനുമതി തേടാൻ തീരുമാനമായി. ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് നിർണായകമായ തീരുമാനം. നിയമനിർമ്മാണത്തിനുള്ള തുടർ നടപടിക്കായി വനം സെക്രട്ടറി ചുമതലപ്പെടുത്തുകയും ചെയ്തു. ശുഭാപ്തി വിശ്വാസത്തോടെയാണ് സർക്കാർ തീരുമാനമെന്ന് വനം മന്ത്രി 24-നോട്. കാട്ടുപന്നികളെ കൂടാതെ മനുഷ്യന്റെ ജീവനും സ്വത്തിനും ഭീഷണിയാകുന്ന മറ്റു വന്യജീവികളെയും കൊല്ലുന്നത് സംബന്ധിച്ച കേന്ദ്ര സർക്കാരിന്റെ അനുമതി തേടാനുള്ള നടപടി സ്വീകരിക്കാനാണ് വനം വന്യജീവി വകുപ്പിനെ ചുമതലപ്പെടുത്തിയത്. നിയമവകുപ്പ് സെക്രട്ടറിയുമായി കൂടിയാലോചിച്ച് ഇക്കാര്യത്തിൽ ആവശ്യമായ നിയമനിർമ്മാണത്തിനുള്ള നിർദ്ദേശം സമർപ്പിക്കാൻ വനം വകുപ്പ് സെക്രട്ടറിയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. നിലവിൽ സംസ്ഥാനത്ത് ഭീഷണിയാകുന്ന കാട്ടുപന്നികളെ കൊല്ലാൻ ചീഫ് വൈൽഡ് ലൈഫ് വാർഡന്റെ നേതൃത്വത്തിൽ പ്രത്യേക പ്രോട്ടോകോൾ പ്രകാരം വ്യവസ്ഥയുണ്ട്. എന്നാൽ മറ്റു ജീവികളുടെ കാര്യത്തിൽ ഇത് സാധ്യമാക്കാൻ വനം വകുപ്പിന് കാര്യമായ പ്രതിസന്ധികളുണ്ട്. സർക്കാർ തീരുമാനം ശുഭാപ്തി വിശ്വാസത്തോടെയാണെന്ന് വനം മന്ത്രി AK ശശീന്ദ്രൻ. കാട്ടുപന്നികളെ വെടിവെച്ചു കൊല്ലാനുള്ള അധികാരം ചീഫ് വൈൽഡ് ലൈഫ് വാർഡന് നിക്ഷിപ്തമാക്കിയതുപോലെ അക്രമകാരികളായ മറ്റ് വന്യജീവികളെയും വെടിവെച്ചു കൊല്ലാനുള്ള ഉത്തരവ് പുറപ്പെടുവിക്കാനുള്ള അധികാരം സ്റ്റേറ്റിന് വേണമെന്നതാണ് തീരുമാനത്തിന്റെ കാതൽ. ശുഭാപ്തി വിശ്വാസത്തോടു കൂടിയാണ് ഗവൺമെന്റ് ഈ കാര്യം തീരുമാനിച്ചിട്ടുള്ളത്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുള്ള സർക്കാർ തീരുമാനമെന്നും ചർച്ചകൾ ഉയരുന്നുണ്ട്. നിലമ്പൂരിലടക്കം വന്യജീവി ആക്രമണം പ്രതിപക്ഷം ക്യാമ്പയിനായി ഉയർത്തിയിരുന്നു. മന്ത്രിസഭാ തീരുമാനത്തോടെ രാഷ്ട്രീയ വിശദീകരണത്തിന് ഇടതുപക്ഷത്തിന് പുതിയ ആയുധം ഉറപ്പാക്കാം. 24 തിരുവനന്തപുരം.